പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉടൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പാകിസ്ഥാൻ മന്ത്രി. ഇന്ത്യ അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ സൈനിക ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി വിശ്വസനീയമായ രഹസ്യ വിവരം ലഭിച്ചുവെന്നാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്താവുള്ള തരാർ എക്സിൽ കുറിച്ചത്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യ ആക്രമണത്തിന് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരകളാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രാദേശിക സ്ഥിതിഗതികൾ വഷളാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യക്കായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാക് മന്ത്രിയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നീക്കം ആസന്നമാണെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആക്രമണോത്സുകമായ പ്രസ്താവനകൾ വർദ്ധിക്കുകയാണ്. തങ്ങളുടെ സൈന്യം ഇന്ത്യൻ ആക്രമണത്തിന്റെ സാധ്യത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് ആസന്നമാണ്. അതിനാൽ തന്നെ തങ്ങൾ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നുമാണ് ഖവാജ മുഹമ്മദ് ആസിഫ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞത്. ഇന്ത്യയുടെ ആസന്നമായ ആക്രമണത്തെ നേരിടാൻ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഫിസ-ഇ-ബദർ എന്ന് പേര് നൽകിയ വ്യോമാഭ്യാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സേനകൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ്. സേനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധത്തിനായി നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് തെളിവുകൾ ഇല്ല എന്നും ഖവാജ മുഹമ്മദ് ആസിഫ് വാദിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ നിയന്ത്രണ രേഖയിൽ, അതായത് LOCയിൽ ഇന്ത്യ പാക് സൈന്യങ്ങൾ തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ്. ഇന്നലെ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ജമ്മുവിലെ പ്രാഗ്യാൽ സെക്ടറിലാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈനികർ വെടിയുതിർത്തത്. ഉടനടി തന്നെ തക്കമായ മറുപടി നൽകിയതായി ഇന്ത്യൻ സേനയും അറിയിക്കുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ 6ാം ദിവസമാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതിനിടെ മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നിരുന്നു. 2 ആണവ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദക്ഷിണേന്ത്യക്കും ലോകത്തിനും വിനാശകരമാകുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകിയത്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും ടെലിഫോണിലൂടെ സംസാരിച്ച് പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത ഗുട്ടറസ് ഇരു രാജ്യങ്ങളോടും UN വക്താവായ സ്റ്റെഫാൻ ദുജാറിക് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിയമപരമായ മാർഗങ്ങളിലൂടെ നീതിയും ഉത്തരവാദിത്വവും പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ ഗുട്ടറസ് ഇരു രാജ്യങ്ങളും എസ്കലേഷനിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതായും ദുജാറിക് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഭീകരതയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്നത് നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായെടുത്ത ദൃഢനിശ്ചയമാണെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ, പ്രതിരോധ മേധാവിയായ അനിൽ ചൗഹാൻ തുടങ്ങിയ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നതരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു.